എൻ്റെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടേ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്പണിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യനിൽ നിന്നാണ് ഇങ്ങോട്ടും പേപ്പർ തിരിക്കുന്നതുകൊണ്ട് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് ഞാൻ എഴുതി വെച്ചതാണ് കേട്ടോ. അതിൽ ഒരു പോയിന്റ് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓൾറെഡി റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റിൽ നിന്ന് ക്യാഷിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് അവൈലബിൾ ആണ്. ക്യാഷ് അസറ്റ് ആയതുകൊണ്ട് വി ഹാവ് ടു കൺസിഡർ ഇറ്റ് ഇൻ ദി ബാലൻസ് ഷീറ്റ്. 4740 ഫർണിച്ചർ, ഇതൊക്കെ നമുക്ക് അഡീഷണൽ ഇൻഫർമേഷൻ ഉള്ളതാണ്. റെസ്റ്റോറൻറ്റ് സ്റ്റോക്ക് ഓഫ് പ്രൈസസ്, ക്രെഡിറ്റേഴ്സ് 5200, ഇതൊക്കെ അവൈലബിൾ ആണ്. നൗ ദാറ്റ് ഈസ് എ പോയിന്റ്. നമ്മുടെ ബോക്സിനുള്ളൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കില്ല. റെൻറ്റ് 18 മന്ത്സിനുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 18 മന്ത്സിനുള്ളതാണ്. 18 മന്ത്സ് ടു ജൂലൈ 30, 2013 എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. സോ അത് ബെറ്റർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജൂലൈ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം മാറ്റിയിട്ട് ജൂൺ ആക്കുന്നതായിരിക്കും നന്നാവുക. ഓക്കെ, ജൂൺ 30 ആക്കുന്നതായിരിക്കും നന്നാവുക. എന്നാലാണ് ഇവർ പറഞ്ഞിട്ടുള്ള സ്റ്റഡി മാറ്റ് പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള കാൽക്കുലേഷൻസ് വൈസ് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അതപ്പോൾ എന്ത് ചെയ്യുക, ജൂലൈ മാറ്റി നമ്മുടെ ന്യൂ സിലബസ് 2022 സിലബസിൽ അങ്ങനെ തന്നെയാണ് ഞാൻ കണ്ടത്. ജൂലൈ മാറ്റിയിട്ട് എന്താക്കുക, ജൂൺ ആക്കി മാറ്റാം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാം, പക്ഷേ നമ്മുടെ ബാലൻസ് ഷീറ്റ് ഒന്നും സെയിം ആവില്ല. ഇവരിപ്പോൾ ഈ ഒരു ലെവലിലാണ് കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്തിട്ടുള്ളത്. ജൂൺ 30, 2013 എന്നുള്ള ലെവലിലാണ് എടുത്തിരിക്കുന്നത്. കാരണം ജനുവരി ആണ് അവർ എടുത്തിട്ടുള്ളത്. ജൂലൈ 30, 2013 18 മാസം നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി 1 ആണ് വരിക. പക്ഷേ ഇവിടെ കാൽക്കുലേഷൻസ് ഒക്കെ എടുത്തിരിക്കുന്നത് ജാൻ 1 ടു ജൂൺ 30 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കാലയളവ് പോലെയാണ് എടുത്തിരിക്കുന്നത്. ജൂലൈ എന്നാണ് പറയുന്നതെങ്കിൽ പോലും ഈ ഒരു പീരീഡാണ് അവർ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് വ്യത്യാസങ്ങളുണ്ട്, അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയപ്പോൾ ജനുവരി എന്നുള്ളത് ഫെബ്രുവരി ആയാൽ, അല്ലെങ്കിൽ ഫെബ്രുവരി എന്നുള്ളത് ജനുവരി ആയാലും ഇപ്പോൾ എന്താ പ്രശ്നം നോക്കുമ്പോൾ നമ്മുടെ കാൽക്കുലേഷൻസ് വരുമ്പോൾ മനസ്സിലാവും നമ്മുടെ ഒരു പ്രൊപ്പോർഷനേറ്റ് ബേസിസ് കാൽക്കുലേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നോക്കുക, അപ്പോൾ നമ്മുടെ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റിലെ പേയ്മെൻറ്റ് സെക്ഷനിൽ റെൻറ്റ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ള 7500 രൂപയാണ്. ഈ 7500 രൂപ എന്ന് പറയുന്നത് 18 മാസത്തിൻ്റെ വാല്യൂ ആണ്, 18 മാസത്തിൻ്റേതാണെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു നമുക്ക് ഇപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു 11-12, നമ്മുടെ കേസിൽ നോക്കുകയാണെങ്കിൽ 11-12 എന്നുള്ള ഇയറിൻ്റെ കാര്യങ്ങളാണ് വേണ്ടത്. കാരണം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഏത് വർഷമാണ്, 12-30 ആണ് നമ്മുടെ കറണ്ട് ഇയർ. ഇതാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ഉൾപ്പെടുത്താതെ ഈ ഒരു പീരീഡിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, റൈറ്റ്. ഈ പീരീഡിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ ഉൾപ്പെടുത്തുക. ഈ ഒരു പീരീഡിൻ്റെ അവസാനം വന്നിട്ടുള്ള കാര്യങ്ങളും ഇതിൻ്റെ ബിഗിനിങ്ങിൽ വന്നിട്ടുള്ള കാര്യങ്ങളും, റൈറ്റ്, ഇതിനിടയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തുക. സോ ഇവിടെ നോക്കുമ്പോൾ 18 മാസം നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. 18 മാസം അവസാനിക്കുന്നത് ജൂലൈ മാറ്റിയിട്ട് എന്താക്കുക, ജൂൺ 30, 2030 ആണെന്നാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താവും, അങ്ങനെ നോക്കുകയാണെങ്കിൽ ജൂൺ 30, 2030 ആവുകയാണെങ്കിൽ 18 മാസം എപ്പോഴാണ് എങ്ങനെയാണ് കാൽക്കുലേഷൻ തുടങ്ങുക, ജനുവരി 1, 2012 തുടങ്ങണം. 12 ടു ജൂൺ 30, 2030 ഇങ്ങനെ ആവേണ്ടി വരും. ഇതായിരിക്കും നമ്മുടെ പീരീഡ് എന്ന് പറയുന്നത്, റൈറ്റ്. ഇതിനുള്ളിൽ എത്ര വർഷങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്? സി വി നോ 11-12, അതായത് ജനുവരി 1, 2012 ആണ് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഫിനാൻഷ്യൽ ഇയർ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാണ്ടെന്ന് തോന്നുന്നു, സോറി. അപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഏതാണ്, ഫിനാൻഷ്യൽ ഇയർ ആണ് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫിനാൻഷ്യൽ ഇയർ ഫോളോ ചെയ്യുവാണെങ്കിൽ നമുക്കറിയാം ഏപ്രിൽ ടു മാർച്ച് ആണ്. അപ്പോൾ ഇൻ ദിസ് കേസ് ഇതിൻ്റെ ഉള്ളിൽ 2012 ജനുവരി 1 ടു 2030 ജൂൺ 30 ഉള്ളിൽ എത്ര വർഷമാണെന്ന് ചോദിക്കുവാണെങ്കിൽ നമ്മൾ നോക്കുക, ജനുവരി, ഫെബ്രുവരി ആൻഡ് മാർച്ച്. ഇതെന്ന് പറയുന്നത് ബിലോങ്സ് ടു വിച്ച് ഇയർ, ഏത് ഫിനാൻഷ്യൽ ഇയർ ആണ് ബിലോങ് ചെയ്യുന്നത്? ഇറ്റ് ബിലോങ്സ് ടു, ഇൻ ദിസ് കേസിലിട്ടാ ഈ കേസ് ബേസ് ചെയ്തിട്ട് ദാറ്റ് ബിലോങ്സ് ടു 2011-12. ഇത് 2011-12-ൻ്റേതാണ്. ഓക്കെ, യെസ്. നെക്സ്റ്റ്, ഇനി അത് കഴിഞ്ഞിട്ട് ഏപ്രിൽ തൊട്ടിട്ട്, ദാറ്റ് ഈസ് ഏപ്രിൽ 2012 തുടങ്ങി മാർച്ച് 2013 എന്ന് പറയുന്നത് ഏത് പീരീഡിൻ്റെയാണ്? ഫിനാൻഷ്യൽ ഇയർ 2012-13-ൻ്റേതാണ്. ഓക്കെ, ഇനി ബാക്കി മാർച്ച് കഴിഞ്ഞിട്ട് ഏപ്രിൽ, മെയ്, ജൂൺ 3 മാസമുണ്ട്. ഏപ്രിൽ 2030 ടു ജൂൺ 2030 എന്ന് പറയുന്നത് ഇത് ഏത് ഫിനാൻഷ്യൽ ഇയറിൻ്റെയാണ്? ഈ ഒരു പീരീഡ് 2013-14-ൻ്റേതാണ്. അണ്ടർസ്റ്റുഡ്? സോ ഈ 18 മാസം എന്ന് പറയുന്നത് നോക്കിയേ, 18 മാസം എന്ന് പറയുന്നത് 3 ഫിനാൻഷ്യൽ ഇയേഴ്സ് ബിലോങ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ നിങ്ങൾ സ്റ്റിൽ എങ്ങനെയാണ് ഈ ഒരു ജനുവരി ഫെബ്രുവരിയുടെ ഒരു വലിയൊരു ഇമ്പാക്റ്റ് ആകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് ഫോർ എത്ര മാസമാണ്? 18 മാസമാണ്. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഏതാണ്? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റാണ്. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ ഏത് വർഷത്തിൻ്റെ കാര്യമാണ് ഉൾപ്പെടുത്തേണ്ടത്? 2011-12 കേസാണ് ഉൾപ്പെടുത്തേണ്ടത്. അപ്പോൾ 2011-12 എത്ര മാസമാണ് വരുന്നത്? ജനുവരി ഫെബ്രുവരി മാർച്ച്, 3 മാസമാണ് വരുന്നത്. സോ 3 മാസത്തിൻ്റെ വാല്യൂ അല്ലേ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ ഉൾപ്പെടുത്തേണ്ടത്, റൈറ്റ്? ഈ 3 മാസത്തിൻ്റെ വാല്യൂ അല്ലേ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ ഉൾപ്പെടുത്തേണ്ടത്. നമുക്ക് മൊത്തം 7500 എഴുതി വയ്ക്കാൻ പറ്റില്ല, കാരണം അത് 18 മാസത്തിൻ്റെയാണ്. നമുക്ക് ആ 11-12 ഇയറിൻ്റെ ആ ഒരു വർഷത്തിലേക്ക് ബിലോങ് ചെയ്യുന്ന 3 മാസത്തിൻ്റെ വാല്യൂ മാത്രം മതി. ഓൺലി ഫോർ ദ 3 months. 3 monthsൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. സോ അതെങ്ങനെ നമ്മൾ കണ്ടെത്തും? വി നോ ദിസ് 7500 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫോർ 80 months, റൈറ്റ്? ഇത് 18 മാസത്തിൻ്റെതാണ്. അപ്പോൾ 7500 ഡിവൈഡ് ബൈ 18 ചെയ്യുമ്പോൾ നമുക്ക് 1 മാസത്തിൻ്റെ കിട്ടും, ഇൻറ്റു 3 months. ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 3 മാസത്തിൻ്റെ വാല്യൂ കിട്ടും. സോ 7500 ഡിവൈഡഡ് ബൈ 80 ഇൻറ്റു 3 ചെയ്യുക. യു വിൽ ഗെറ്റ് വാട്ട്? 1250 റൗണ്ട് ചെയ്ത് 1250 ആക്കി മാറ്റുക. 1250, ദിസ് ഇസ് ദി എമൗണ്ട്. ഇങ്ങനെയാണ് ഈ വാല്യൂ വരുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റഡി മാറ്റിൽ ആ ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്യുക? ചേഞ്ച് വരുത്തുക. ജൂലൈ എന്നുള്ളത് മാറ്റി ജൂൺ ആക്കുന്നതായിരിക്കും നന്നാവുക. അല്ലെങ്കിൽ നമ്മൾ ഫെബ്രുവരി തൊട്ടിട്ടാണ് കാൽക്കുലേഷൻ തുടങ്ങുന്നതെങ്കിൽ അപ്പോൾ ഇങ്ങനെയാവും വരിക. ഫെബ്രുവരി തുടങ്ങുവാണെങ്കിൽ ഫെബ്രുവരി മാർച്ച് 2 മാസം മാത്രമേ 2011-12 വരുള്ളൂ. അപ്പോൾ 2 മാസത്തിൻ്റെ കാൽക്കുലേഷൻസ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, ഇവിടെ എത്ര വരും? ഇവിടെ 3 മാസമല്ല, ഇവിടെ ചിലപ്പോൾ 4 മാസം വരും. 2013-14 എന്ന് പറഞ്ഞിട്ടുള്ള ഇയറിലേക്ക് 4 മാസം വരും. ചിലപ്പോൾ അഡ്ജസ്റ്റഡ് ആവും കേട്ടോ, ചിലപ്പോൾ അഡ്ജസ്റ്റഡ് ആവും. എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. നമ്മളതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കറക്റ്റ് ആവും. അപ്പോൾ തൽക്കാലം എന്ത് ചെയ്യുക? ഇതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. ജൂലൈ എന്ത് ചെയ്യുക? ജൂലൈ മാറ്റിയിട്ട് ജൂൺ ആക്കാം. ഓക്കെ, നമുക്ക് നേരെ ഉണ്ടെങ്കിൽ മറ്റേ ഫെബ്രുവരി എടുത്തിട്ട് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കി നോക്കാം, റൈറ്റ്? ഇനി നമുക്കൊന്നും നോക്കാനില്ല, ഡയറക്റ്റ്ലി എഴുതി വയ്ക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ബാലൻസ് ഷീറ്റ്, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്? ക്യാപിറ്റൽ ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അസറ്റും കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കാം. ഫർണിച്ചർ 48,000 എഴുതി വെച്ചു. പിന്നെ റെസ്റ്റോറൻറ്റിൻ്റെ സ്റ്റോക്ക് 2600 ആണ്, അത് എഴുതി വെച്ചു. സ്റ്റോക്ക് ഓഫ് പ്രൈസസ് 800 ആണ്, അത് എഴുതി വെച്ചു. പിന്നെ നമുക്ക് ക്യാഷ് ഓപ്പണിംഗ് ക്യാഷ് ഉണ്ടായിരുന്നു 4740 ആണ്, അത് നമ്മൾ 4740 എഴുതി വെച്ചു. ഞാനൊരു കാര്യം നമ്മുടെ നോട്ടിലേക്ക് എടുത്ത് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഈ പേജിലായതുകൊണ്ട് ഞാൻ വിട്ടുപോയതാണ്. ഇത് സബ്സ്ക്രിപ്ഷൻസ് 700 രൂപ പ്രീവിയസ് ഇയറിൻ്റെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 29,720 700 രൂപ കഴിഞ്ഞ കൊല്ലത്തിൻ്റെയാണ്. ദാറ്റ് മീൻസ് 2011-12 ആണ്. സോ അത് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ കൺസിഡർ ചെയ്യണം. സബ്സ്ക്രിപ്ഷൻ കിട്ടാനുള്ളതാണ് 700 രൂപ, നമുക്ക് കിട്ടാനുള്ളതാണ്. 29,720 നമുക്ക് ഇക്കൊല്ലം കിട്ടി. ആ 29,720 700 രൂപ കഴിഞ്ഞ കൊല്ലം കിട്ടേണ്ട എമൗണ്ട് ആയിരുന്നു. അത് നമുക്ക് ഇക്കൊല്ലമാണ് കിട്ടുന്നത്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം നമ്മൾ ഒരു വർഷം തുടങ്ങിയിട്ടില്ല, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഏതാ? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റാണ്. കിട്ടാനുള്ള എമൗണ്ട് ആ സമയത്ത് നമുക്ക് കിട്ടിയിട്ടില്ല. ഫസ്റ്റ് ഏപ്രിൽ 2012 നമുക്ക് കിട്ടിയിട്ടില്ല, കിട്ടാൻ പോകുള്ളൂ. അപ്പോൾ അത് അസറ്റാണ്, കിട്ടാനുള്ളതൊക്കെ അസറ്റ് ആയതുകൊണ്ട് വി ആർ ഗോയിങ് ടു കൺസിഡർ ഇറ്റ് ഇൻ ദി അസറ്റ് സൈഡ്. ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 700 രൂപ എന്ത് ചെയ്യുക ഇവിടെ കാണിക്കുന്നു. ഓക്കെ, അത് കൺഫ്യൂഷൻ വേണ്ട. പിന്നെ നമുക്കുള്ളത് ആരാണ്? നമ്മുടെ ക്രെഡിറ്റേഴ്സ് 5200 രൂപ ഇവിടെ കാണിക്കുക. ദെൻ നമ്മുടെ റെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ് ആണ് പേയ്മെൻറ്റ് സെക്ഷനിൽ വരുന്നത്. അപ്പോൾ നമുക്ക് കൊടുക്കാനുള്ളൊരു കാര്യമാണ് 1250 എന്ത് ചെയ്യുക? ഇവിടെ എഴുതി വയ്ക്കുക. 1250 ഇവിടെ എഴുതി വയ്ക്കുക. എന്നിട്ട് 2 സൈഡും ടോട്ടൽ ചെയ്യുമ്പോൾ നമ്മുടെ അസറ്റ് ആയിരിക്കും. അസറ്റ് സൈഡിൽ അല്ലാതെ ഉണ്ടല്ലോ. സോ അസറ്റ് സൈഡാണ് കറക്റ്റ് ടോട്ടൽ 56,840. ആ 56,840 ഇവിടെ എഴുതി വെച്ചിട്ട് നമുക്ക് ബാലൻസിങ് ഫിഗറായിട്ട് ക്യാപിറ്റൽ ഫണ്ടാണ് വരിക. നമ്മൾ അസ്യൂമിയാണ് ഈ 50,390 ആണ് നമ്മുടെ ക്യാപിറ്റൽ ഫണ്ട്. ഇനി നമ്മുടെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ഫണ്ടിൻ്റെ അവിടെ ഈ 50,390 നമ്മൾ ഉണ്ടാവണം. അതിനോടുകൂടെ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ സർപ്ലസ് ആണ് വരുന്നതെങ്കിൽ ആഡ് ചെയ്യുക, ഡെഫിസിറ്റ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? സബ്ട്രാക്ട് ചെയ്യുക. അണ്ടർസ്റ്റുഡ്? ഇനി നമ്മുടെ മെയിൻ താരം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തന്നെ പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. നമുക്ക് ഓരോന്ന് നമ്മുടെ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് വെച്ചിട്ട് ഓരോന്ന് നമുക്ക് നോക്കിപ്പോവാം. അപ്പോൾ ആദ്യം തന്നെ ഇത് നമുക്ക് ബാലൻസ് ബ്രോഡാണ് നമ്മുടെ ഇവിടെ ഉൾപ്പെടുന്നതല്ല, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ വരുന്നതല്ല, അത് ക്യാഷിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആണ് നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത്. നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അടുത്തത് ആരാ വരുന്നത്? സബ്സ്ക്രിപ്ഷൻസ് ആണ്. 29,720 ആണ്, റിസിപ്റ്റ് ആണ്. അപ്പോൾ നമ്മളത് ഇൻകം സൈഡിൽ വേണം കാണിക്കാനായിട്ട്. ഈ 29,720 ഇൻറ്റയർ എമൗണ്ട് കറണ്ട് ഇയർ ആയിട്ട് റിലേറ്റഡ് ആണോ? അല്ല, വി ഹാവ് സം അഡ്ജസ്റ്റ്മെൻറ്റ്സ് ടു ഡു. 29,720 നമ്മുടെ സബ്സ്ക്രിപ്ഷൻസിൻ്റെ കേസ് നോക്കുക. അതിൽ അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ 2013 മാർച്ച് 31 1,000 രൂപ നമുക്ക് കിട്ടിയിട്ടില്ല. കിട്ടാനുണ്ട്, പക്ഷെ കിട്ടിയിട്ടില്ല. കിട്ടാനുള്ളതാണ്, അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയറിൽ കിട്ടാനുള്ളതാണ്.
ഇപ്പോൾ നമ്മുടെ സബ്സ്ക്രിപ്ഷൻസിൻ്റെ കേസ് ഇതാണ് കാൽക്കുലേഷൻ വരുന്നത്. ഇത് ഞാൻ ആദ്യം എന്താ ചെയ്തത്, ആക്ച്വലി നമ്മുടെ ഇന്നർ കോളത്തിൽ ഏതാണ്ട് കാൽക്കുലേഷൻ ആയിരുന്നു ഇതിപ്പോൾ ഞാൻ ഇവിടെ ഇന്നർ കോളം ഒന്നും വരച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ഞാനത് പറഞ്ഞുതരാം ജസ്റ്റ്. അപ്പോൾ നമ്മൾ ഓൾറെഡി റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് കാണിച്ചിട്ടുള്ള വാല്യൂ ആണ് 29,720. ദി എൻഡ് ഓഫ് ദി ഇയർ നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു അല്ലേ, കിട്ടാനുള്ള വാല്യൂ ആയിരുന്നു 1000. നമ്മുടെ അഡീഷണൽ ഇൻഫോർമേഷനിൽ തന്നിട്ടുണ്ട്. അതുപോലെ ബിഗിനിങ് ഓഫ് ദി ഇയറിൽ നമുക്ക് 700 രൂപയാണ് കിട്ടാനുണ്ടായിരുന്നത്. പക്ഷേ അത് 29,720 ഉണ്ട്. അത് പക്ഷേ നമുക്ക് എന്ത് ചെയ്യാനും പാടുള്ളൂ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ അതാത് കൊല്ലം കറണ്ട് ഇയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എഴുതാൻ പാടുള്ളൂ. സോ വി ആർ ഗോയിങ് ടു സബ്ട്രാക്ട് ദ 700. അപ്പോൾ 1,700 കുറയ്ക്കുമ്പോഴാണ് 300 കിട്ടുന്നത്. ഞാനിത് കണക്കെടുത്തിട്ടില്ല സത്യം പറഞ്ഞ്. ഈ കാൽക്കുലേഷൻസ് ഈ -100 വരെയുള്ള കാൽക്കുലേഷൻസ് ഇന്നർ കോളത്തിലാണ് വേണ്ടത്. ഓക്കെ, എന്നിട്ട് ഈ 29,720 -100 ആണ് നമ്മൾ ഔട്ടർ കോളത്തിൽ എടുത്ത് ചെയ്തുകൊണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മൊത്തത്തിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. എങ്ങനെ പോയാലും നിങ്ങൾക്ക് ഈ ലാസ്റ്റത്തെ ആൻസർ കിട്ടിയാൽ മതി. ഓക്കെ, അപ്പോൾ ചെയ്യുമ്പോൾ 300 വരുന്നത് നമുക്ക്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഇയറിലേക്കുള്ള അഡ്വാൻസ് കിട്ടുവാണെങ്കിൽ നമ്മൾ ലെസ്സാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇക്കൊല്ലത്തിന് വേണ്ടി കഴിഞ്ഞ കൊല്ലം കിട്ടുന്ന അഡ്വാൻസ് ആണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം, കാരണം അത് ഇക്കൊല്ലം റിലേറ്റഡ് ആയിട്ടാണ്. ഈവൻ ദോ ഇറ്റ് ഈസ് ഗിവൺ ഇൻ ദ ലാസ്റ്റ് ഇയർ ഓൾസോ. ലാസ്റ്റ് ഇയർ ആണ് നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ പോലും നമുക്ക് ഇക്കൊല്ലത്തിന് വേണ്ടിയിട്ടാണ് അത് തന്നിട്ടുള്ളത് കൊണ്ട് we can add that. But in this case അടുത്ത കൊല്ലത്തേക്കുള്ളതാണ് അഡ്വാൻസ് കിട്ടിയിട്ടുള്ളത്. സോ വി ആർ ഗോയിങ് ടു സബ്ട്രാക്ട് ഇറ്റ്. 400 സബ്ട്രാക്ട് ചെയ്യാനാണ് പോകുന്നത്. സോ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇവർ മാത്രം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ -100 ആണ് വരുന്നത്. -100 ഔട്ടർ കോളത്തേക്ക് എടുത്ത് എഴുതണം, 29,720 ഔട്ടർ കോളത്തേക്ക് എടുത്ത് എഴുതണം. ഞാൻ ചെയ്ത പോലെ കാൽക്കുലേഷൻ ചെയ്യുവാണെങ്കിൽ, ഞാൻ അവിടെ ഔട്ടർ കോളൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് അല്ലെങ്കിൽ മൊത്തത്തിൽ ചെയ്താൽ മതി, ജനറലായിട്ട് ചെയ്തു പോയാലും മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ലാസ്റ്റ് 29,620 കിട്ടും. ഈ വാല്യൂ ആണ് വി ആർ ഗോയിങ് ടു ഷോ ഇൻ വേർ നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ. ഓക്കെ, അപ്പോൾ അതായത് നമ്മുടെ സബ്സ്ക്രിപ്ഷൻസ് കഴിഞ്ഞു. ഇനി എൻട്രൻസ് ഫീസ് ഉണ്ട്. ഫീസ് ഒരു ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ആയിട്ടാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്, 3,200. അതുകൊണ്ട് ഇവിടെ എഴുതുന്നില്ല, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എഴുതുന്നില്ല. നമ്മളത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. റെസ്റ്റോറൻറ്റ് റിസിപ്റ്റ് നമ്മൾ ഓൾറെഡി ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ കണക്കിലെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ എഴുതരുത്, കാരണം നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഗ്രോസ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റേ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഓൾറെഡി സെയിൽസ് ഉണ്ട്. ഇനി നമ്മളത് ഒരു പ്രാവശ്യം കൂടി നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ എഴുതി അത് ഡബിൾ എഫക്റ്റ് കൊടുത്ത പോലെയാവും. ഓക്കെ, ഇനി എഴുതരുത് അത്. ഗെയിംസ് ആൻഡ് കോമ്പറ്റീഷൻ റെസിപ്റ്റ് ഇത് നമ്മൾ എഴുതിയിട്ടില്ല, നമ്മുടെ ക്ലബിൻ്റെയാണ്. ഓക്കെ, 13,640 നമുക്ക് റെസിപ്റ്റ് ഇൻകമാണ് 13,640. ഇതിൻ്റെ അഡീഷണൽ ആയിട്ടൊരു ഇൻഫർമേഷൻ ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ്ലി എടുത്ത് എഴുതാം 13,640. അഡീഷണൽ ഇൻഫർമേഷൻസ് അഡ്ജസ്റ്റ്മെൻറ്റ്സുകളൊന്നുമില്ല. പിന്നെ നമുക്ക് എന്തെടുത്ത് എഴുതാം, നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള പ്രോഫിറ്റിൻ്റെ വാല്യൂ 6,400. അത് ഗ്രോസ് പ്രോഫിറ്റ്, റെസ്റ്റോറൻറ്റ് ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ട് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് തന്നെ കാണിക്കണം. ഓക്കെ, ഇനി നമുക്കിവിടെ നമ്മുടെ റെസിപ്റ്റ് സൈഡിൽ ഒന്നുമില്ല, റെസിപ്റ്റ് ആയിട്ട് ഇൻകം ആയിട്ടൊന്നുമില്ല. ഡ്യൂ ടു സെക്രട്ടറി ഫോർ പെറ്റി എക്സ്പെൻസസ് അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട് തോന്നുന്നു. ഓക്കെ, 80 രൂപ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അത് ഞാൻ ലാസ്റ്റിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഞാൻ അതിൻ്റെ ഒരു ഷോർട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ഷോർട്സിൽ ഞാൻ ഇട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ ഒരു സംഭവത്തിൻ്റെ പിന്നിലെ എക്സ്പ്ലനേഷൻ. ഡ്യൂ ടു സെക്രട്ടറി ഫോർ പെറ്റി എക്സ്പെൻസസ് അതിപ്പോൾ അവിടെ നിൽക്കണം. നമ്മളെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിലേക്ക് ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് നോക്കാം. ഓക്കെ, സോ അടുത്തത് പേയ്മെൻറ്റ് സെക്ഷനിലേക്ക് കടക്കുമ്പോൾ ഔട്ട്ഡോർ സ്റ്റാഫ് വേജസ് എന്ന് പറഞ്ഞിട്ട് ഔട്ട്ഡോർ സ്റ്റാഫ് എന്ന് പറഞ്ഞിട്ട് 13,380 കാണിച്ചിട്ടുണ്ട്. അഡീഷണൽ ഫോർമേഷൻ അതിനെപ്പറ്റി പറയണതായിട്ട് എനിക്ക് ഓർമ്മ വന്നിട്ടില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം, 13,380 ജസ്റ്റ് ലൈക്ക് ദാറ്റ് നമുക്ക് ഔട്ടർ കോളത്തേക്ക് എടുത്ത് എഴുതാവുന്നതാണ്. അടുത്തത് ആരാണ്, റെസ്റ്റോറൻറ്റ് പർച്ചേസ് ഓൾറെഡി നമ്മുടെ പ്രോഫിറ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഈ വാല്യൂ, അതുകൊണ്ട് വീണ്ടും എഴുതരുത്, ഡബിൾ എഫക്റ്റ് കൊടുക്കുന്ന പോലെയാവും. റെൻറ്റ് 18 months to July 30, 2030 ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ കറണ്ട് ഇയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ എഴുതാൻ പാടുള്ളൂ. ദാറ്റ് മീൻസ് 12/30 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇയർ ഉണ്ടല്ലോ, കറണ്ട് ഇയർ, ആ ഒരു ഇയറിൽ എത്ര വരുന്നത് 12 മാസം. ഈ 12 മാസത്തിൻ്റെ കണക്ക് മാത്രമേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ നമ്മൾ കാണിക്കാനായിട്ട് പാടുള്ളൂ. ഓക്കെ, സോ ദാറ്റ് മീൻസ് 7,500 divided by 80 into 12 you'll get 5,000. 5,000 ആണ് നമ്മളിവിടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ കാണിക്കാനുള്ള വാല്യൂ. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മൊത്തത്തിലുള്ള വാല്യൂ കാണിച്ചിട്ട് എന്ത് ചെയ്യുക, ഈ എവിടെയാണ് വാല്യൂ 7,500 കാണിക്കുക, മൈനസ് നമുക്ക് എന്ത് ചെയ്യുക 2,500 ആ ഒരു കുറയ്ക്കേണ്ട വാല്യൂ വരുന്നത്. ഇവിടെ അങ്ങനെയാവും നമ്മൾ കാണിച്ചിട്ടുണ്ടായിരിക്കാം, 2,500 അല്ല. നോക്കിക്കോളൂ, നമ്മുടെ ഔട്ടർ കോളത്തിൽ 5,000 തന്നെയാണ് വരിക. നമ്മുടെ ചെയ്തിരിക്കുന്ന രീതിയിൽ മാത്രമേ വ്യത്യാസം. നിങ്ങൾക്കിത് മനസ്സിലാക്കി തരണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നോക്കിക്കോ, അതായത് റെൻറ്റ് 7,500 ആണ്. ദിസ് ഇസ് ഫോർ 18 months, റൈറ്റ്. ഇത് 18 മാസത്തിൻ്റെയാണ്. ഓപ്പണിങ്ങിൽ, അതായത് ഓപ്പണിംഗ് ഇയറിൻ്റെ എത്രയായിരുന്നു, നമ്മൾ
കാൽക്കുലേറ്റ് ചെയ്ത് ഓപ്പണിംഗ് ഇയറിൽ 3 മാസം ഉണ്ടായിരുന്നു, അതിൻ്റെ വാല്യൂ 3 മാസത്തിൻ്റെ വാല്യൂ 1250. അത് എവിടെ പെടില്ല, ഇവിടെ പെടില്ല. അത് കാരണം വെച്ച് കഴിഞ്ഞാൽ അത് 11-12 ഇയറിൻ്റെയാണ്. നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ എഴുതുമ്പോൾ നമ്മൾ ഈ ഒരു ഇയറിൻ്റെ കാര്യങ്ങൾ മാത്രമേ കൺസിഡർ ചെയ്യാനായിട്ട് പാടുള്ളൂ. സോ വി ആർ ഗോയിങ് ടു സബ്ട്രാക്ട് ദിസ് 1250 ഫ്രം 7500. സോ ഇത് ഡിലീറ്റായി. ഇനി ഇത് രണ്ടും കൂടി ഉണ്ട്. ഇനി ഇതിൽ ആരെ ഡിലീറ്റ് ആക്കണ്ട, ഇതിനെ ഡിലീറ്റ് ആക്കണം. അടുത്ത കൊല്ലത്തേക്കാണ് 13-14 ആണത്. സോ ഈ 3 ഏപ്രിൽ മെയ് ജൂൺ 3 ഇയേഴ്സിൻ്റെയും കൂടി എന്ത് ചെയ്യണം നമ്മൾ കളയാം. 3 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ 1250 തന്നെയാണ് വീണ്ടും വരുന്നത്. സോ എന്ത് ചെയ്യുക, 1250 വരുന്നത്, അതും കുറയ്ക്കുക. അത് രണ്ടും കുറച്ച് കഴിഞ്ഞാൽ 5000 കിട്ടി. അതാണ് അങ്ങനെ ഇവർ കാണിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെയും കാണിച്ചാൽ മതി. എന്ത് ചെയ്യുക, 7500 ഡിവൈഡഡ് ബൈ 18 × 12 ചെയ്യുക. കാരണം നമുക്ക് ഈ ഒരു സംഭവം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം, എന്നാലേ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ പേയ്മെൻറ്റ് സെക്ഷൻ ആരാ വരുന്നത്, റേറ്റ്സ് ആണ്. റേറ്റ്സിൽ സെക്ഷൻ 2700 ആണ്. അവിടെ വലിയ വ്യത്യാസം, ജസ്റ്റ് അങ്ങനെ 2700 എടുത്ത് എഴുതാം. ഇനി സെക്രട്ടറി സാലറി 3120 ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല എന്ന് തോന്നുന്നു. 3120 അങ്ങനെ എടുത്ത് കാണിക്കുക. ലൈറ്റിങ് 7200 അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇല്ല. കോമ്പറ്റീഷൻ പ്രൈസസ് 4000 ആണ്. അപ്പോൾ അത് നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ഇവിടെ ഓപ്പണിങ്ങിൽ നിങ്ങൾക്ക് കാണാം, ഓപ്പണിങ്ങിൽ സ്റ്റോക്ക് ഓഫ് പ്രൈസസ് 800 ഉണ്ടായിരുന്നു. ഓപ്പണിങ് 800, അത് എൻഡായപ്പോൾ അതിൻ്റെ സ്റ്റോക്ക് 500 ആയിട്ട് മാറി. റൈറ്റ്. സോ 4000 ആണ് ഇക്കൊല്ലം. നമ്മൾ 4000 രൂപ കൊടുത്തിട്ട് നമ്മൾ ഇക്കൊല്ലം കോമ്പറ്റീഷൻ പ്രൈസസ് വാങ്ങിച്ചിട്ടുണ്ട്. ഇക്കൊല്ലം വാങ്ങിച്ചിട്ടുണ്ട്, കാശ് കൊടുത്ത് നമ്മൾ ഇക്കൊല്ലം വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ അതായത് നമുക്ക് ഇക്കൊല്ലത്തിൻ്റെ വാല്യൂ ശരിക്കും നമ്മൾ ഈ 4000-നുള്ളിൽ ചിലപ്പോൾ പ്രീവിയസ് ഇയറോ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഇയറിൻ്റെ ഒക്കെ വല്ലതും പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യണം. പറഞ്ഞുതരാം, നോക്കിക്കോ. അപ്പോൾ കോമ്പറ്റീഷൻ പ്രൈസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള വാല്യൂ കോമ്പറ്റീഷൻ പ്രൈസ്. ഓക്കെ, അപ്പോൾ കോമ്പറ്റീഷൻ പ്രൈസസ് നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റിൽ പേയ്മെൻറ്റ് സെക്ഷൻ 4000 രൂപ നമ്മൾ ഇക്കൊല്ലം കൊടുത്തിട്ടുണ്ട് എന്തായാലും. ചിലപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ അതും നമുക്ക് പറയണം, 4000 രൂപ എന്തായാലും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ ക്യാഷ് ബുക്കിൽ അത് വന്നത്. ക്യാഷായിട്ട് പോയിട്ടുണ്ട് 4000 ഈ കോമ്പറ്റീഷൻ പ്രൈസിൻ്റെ പേരിൽ. ഓപ്പണിംഗ് സ്റ്റോക്ക് 800 ഉണ്ടായിരുന്നു, ക്ലോസിംഗ് സ്റ്റോക്ക് 500 ഉണ്ടായിരുന്നു. നമ്മൾ കറണ്ട് ഇയർ റിലേറ്റഡ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ്റെ പ്രൈസാണ് നമ്മൾ കണക്കിലെടുക്കേണ്ട കാര്യമുള്ളൂ ഞാൻ പറഞ്ഞു. അപ്പോൾ ഓൾറെഡി നമ്മുടെ ഇക്കൊല്ലം നമ്മൾ എത്ര യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും, ഈ വാല്യൂവിൽ എത്രയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കുക എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നോക്കിക്കോ. ഓപ്പണിങ്ങിൽ അതായത് ഇക്കൊല്ലം നമ്മൾ എന്തായാലും നമ്മുടെ കയ്യിൽ നിന്ന് 4000 രൂപ പോയിട്ടുണ്ട്. നമ്മൾ പറയാണ്, കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇക്കൊല്ലം നമ്മൾ വാങ്ങിച്ച് വെച്ചിട്ടുള്ള പ്രൈസാണ് 4000. ഓക്കെ, ഇനി ഓൾറെഡി നമ്മുടെ കയ്യിൽ 800 രൂപയുടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. ഓൾറെഡി നമ്മുടെ 800 രൂപയുടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ മൊത്തത്തിൽ 4800 നമ്മൾ ഇക്കൊല്ലം കൂടി വാങ്ങിച്ചത് കൂട്ടിയിട്ട് 4800 ആയിപ്പോൾ. അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയറിൽ എത്രയേ ഉള്ളൂ, 500 ഉള്ളൂ. അപ്പോൾ ഇത് ഈ 500 4800 ഉണ്ടായിരുന്നു. ഓക്കെ, പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് ഓപ്പണിംഗ് സ്റ്റോക്കും കൂടി കൂട്ടിയിട്ട് നമ്മുടെ കയ്യിൽ 4800 ഉണ്ടായിരുന്നു. 4800 വാല്യൂ വരുന്ന കോമ്പറ്റീഷൻ പ്രൈസുകൾ ഉണ്ടായിരുന്നു. ആ ഒരു വർഷത്തിന് അവസാനമായപ്പോൾ അത് 500 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ നമ്മൾ എത്ര യൂസ് ചെയ്തിട്ടുണ്ടാവും, എത്രയാവും നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കുക എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, 500 കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 4300 ആണ് ഈ വാല്യൂയിലുള്ള കോമ്പറ്റീഷൻ പ്രൈസസ് ആണ് നമ്മൾ ഈ ഒരു കറണ്ട് ഇയറിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ടാണ് 500 ബാക്കി വന്നത്. ഓക്കെ, സോ 4300 വേണം. യു ഹാവ് ടു റൈറ്റ് ഇൻ ദി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് 4300. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ പ്രിൻറ്റിങ് ആൻഡ് പോസ്റ്റേജ് 6000 അങ്ങനെ എടുത്ത് എഴുതാം. പ്ലേസ്ഡ് ഇൻ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നമ്മൾ പ്ലേസ് ചെയ്തു എന്ന് പറയുമ്പോൾ വി ഹാവ് ടു കൺസിഡർ ദാറ്റ് ഇൻ ബാലൻസ് ഷീറ്റിലേക്കുള്ള കാര്യമാണ്. ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്, അത് ബാലൻസ് ഷീറ്റിലേക്കുള്ള കാര്യമാണ്. പിന്നെ അത് ക്ലോസിംഗ് ബാലൻസ് ആണ്, അതും ബാലൻസ് ഷീറ്റിലേക്കുള്ള കാര്യമാണ്. ഇവിടെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിലേക്ക് ഉള്ളതുണ്ടോ എന്നുള്ളത് നോക്കുക. ഇത് കൺസിഡർ ചെയ്താണ് സ്റ്റോക്ക് പ്രൈസസ് കൺസിഡർ ചെയ്തു. ഇപ്പോൾ തന്നെ കൺസിഡർ ചെയ്തുള്ളൂ. ഇത് നമ്മൾ ഓൾറെഡി മറ്റോടത്ത് ട്രേഡിങ്ങിൽ നമ്മൾ കൺസിഡർ ചെയ്തതാണ്. പിന്നെ അപ്പോൾ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യണം കൂടി ഒന്ന് ക്വസ്റ്റ്യൻ നോക്കേണ്ടി വരും, എന്നാലാണ് നമുക്ക് മനസ്സിലാവുള്ളൂ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ. ഈ 1000 നമ്മൾ കൺസിഡർ ചെയ്തു, 700, 400. ഓക്കെ, പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആഫ്റ്റർ റൈറ്റിംഗ് 10% ഓഫ് ഫർണിച്ചർ നോക്കുക. അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് ഇത് കഴിഞ്ഞ് പോകുന്നത്. അപ്പോൾ 31/3/2013 ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ അതിൽ ഫർണിച്ചറിൻ്റെ വാല്യൂ 10% കുറഞ്ഞിട്ടുണ്ടായിരിക്കും. 10% റൈറ്റ് ഓഫ് ചെയ്തു. അങ്ങനെ റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ വി ഹാവ് ടു ഷോ ദാറ്റ്
നമ്മൾ റൈറ്റ് ഓഫ് എന്ന് പറയുന്നത് ഡിപ്രീസിയേഷനാണ് ഉദ്ദേശിക്കുന്നത്. ആ ഡിപ്രീസിയേഷൻ നമ്മളോട് കാണിക്കണം, എക്സ്പെൻഡിച്ചർ സൈഡിൽ കാണിക്കണം. വാല്യൂ പോലല്ലേ, ഓക്കെ, അസറ്റിൻ്റെ വാല്യൂ കുറയാണ്. സോ വി ഹാവ് ടു കൺസിഡർ ദാറ്റ്. അപ്പോൾ ഫർണിച്ചറിൻ്റെ വാല്യൂ എത്രയാണ്? അത് നമുക്ക് നമ്മുടെ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഓൾറെഡി. ഫർണിച്ചറിൻ്റെ വാല്യൂസ് ഓപ്പണിങ്ങിന് വാല്യൂ നിന്ന് 10% കുറയ്ക്കാൻ. ഓക്കെ, അപ്പോൾ 48,000 ഇൻറ്റു 10% ചെയ്യുക. സോ 4,800 കിട്ടും. ആ 4,800 ആണ് ഡിപ്രീസിയേഷൻ. 48,000 നിന്ന് 4,000, ഈ 4,800 കുറച്ചിട്ടുള്ള വാല്യൂ ആണ് ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകണ ബാലൻസ് ഷീറ്റിൽ കാണിക്കാൻ. അത് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവും. ഇനി നമ്മൾ എന്തെങ്കിലും ഇതിൽ കൺസിഡർ ചെയ്യാത്തതെല്ലാം നമ്മൾ പറഞ്ഞിട്ട് പോയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. ആ 80 രൂപയുടെ കാര്യം ഞാൻ പറഞ്ഞുതരാം. 80 രൂപയുടെ കാര്യം നമുക്ക് ഇവിടെയല്ല വരുന്നത്, വരാൻ പോകുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ രണ്ട് സൈഡും ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്തിട്ട് ബാലൻസിങ് ഫിഗർ എവിടെ വരണേ നോക്കുക. അപ്പോൾ ടോട്ടൽ ചെയ്യുമ്പോൾ നമ്മുടെ ഇൻകം സൈഡാണ് കൂടുതൽ. ഓക്കെ, അതിനടുത്ത് നമുക്ക് സർപ്ലസ് ആണ്. ആ വാല്യൂ നമ്മളിവിടെ എന്ത് ചെയ്യണം, ക്യാപിറ്റൽ ഫണ്ടിനോട് കൂടെ ആഡ് ചെയ്യണം എന്ന് പറഞ്ഞായിരുന്നു നമ്മുടെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ. സോ 3,160 വി ഹാവ് ടു ആഡ്. ഓക്കെ, നമ്മുടെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, യെസ്. ഇനി നമ്മൾ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. സോ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ഒന്നാമത്തെ നമുക്ക് ക്യാപിറ്റൽ ഫണ്ട് ആവശ്യമാണ്. അത് നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ പ്രിപ്പയർ ചെയ്തായിരുന്നു. 50,390 എടുത്തത്. പ്ലസ് നമുക്ക് എന്ത് ചെയ്യണം, സർപ്ലസ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആഡ് ചെയ്യണം 3,160. അത് രണ്ട് ആഡ് ചെയ്ത് വെക്കുക. ഓക്കെ, 53,550. ഇനി നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലേക്ക് നമുക്ക് ലൈബിലിറ്റി സൈഡ് തന്നെ ആദ്യം എഴുതാം. എൻട്രൻസ് ഫീസ് നമ്മൾ എന്ത് ചെയ്യണം, 3,200 ക്യാപിറ്റലൈസ്ഡ് ആയിട്ടുള്ള എമൗണ്ട് പോലെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന എൻട്രൻസ് ഫീസ്. 3,200 നമ്മൾ അവിടെ കാണിക്കുന്നു. ഓക്കെ, നമ്മുടെ ലൈബിലിറ്റി സൈഡിൽ 3,200 കാണിക്കുകയാണ്. ഫൈൻ. ഇനി നമുക്ക് പെട്ടെന്ന് കാണുന്നതാണ് ക്രെഡിറ്റേഴ്സ്. ഇതേ ക്ലോസിങ്ങിൽ ക്രെഡിറ്റേഴ്സ് ഉണ്ട് 5,600 എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 5,600 നമ്മളോട് കാണിക്കുക. ഓക്കെ, പെട്ടെന്ന് കാണാൻ പറ്റുമെന്ന് പറഞ്ഞുതരാം. ഇനി നമുക്ക് സബ്സ്ക്രിപ്ഷനിൽ അടുത്ത കൊല്ലത്തേക്ക് നമുക്ക് സബ്സ്ക്രിപ്ഷൻ റിസീവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതെന്താണ്, അതൊരു ലൈബിലിറ്റി ആണ്. ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ മുന്നത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിരുന്നത് എന്തുകൊണ്ടാണ് ഇത് ലൈബിലിറ്റി. ബിക്കോസ് നമ്മൾ സബ്സ്ക്രിപ്ഷൻ മുൻകൂട്ടി അടുത്ത കൊല്ലത്തേക്ക് വേണ്ടിയിട്ട് മുൻകൂട്ടി റിസീവ് ചെയ്യുകയാണ്. 400 നമ്മൾ റിസീവ് ചെയ്യാണ്. അതിലുള്ള സർവീസസ് നമ്മൾ പ്രൊവൈഡും ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി അതിന് കൊടുക്കാനായിട്ട്, അത്തരം സർവീസ് നമ്മൾ കൊടുക്കാനായിട്ട് ബാധ്യസ്ഥരാണ്, ക്ലബ്ബ് ബാധ്യസ്ഥരായതുകൊണ്ട് അത് ലൈബിലിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് 400. ഓക്കെ, അതിനുശേഷം ഈ 80 അവിടെ നിൽക്കുക. ഞാൻ 80യുടെ കാര്യം പിന്നെ പറഞ്ഞുതരാം. പിന്നെ ഫർണിച്ചറിൻ്റെ കേസ് 48,000 ആണ് ഓപ്പണിംഗ് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് 4,800 കുറച്ചിട്ടുള്ള വാല്യൂ വേണം. അതിവിടെ സെപ്പറേറ്റ് കാണിക്കും വേണം. ഡിപ്രീസിയേഷൻ കുറച്ച് വരുന്നതാണ്. 43,200 എന്നുള്ള വാല്യൂ നമ്മൾ സെപ്പറേറ്റ്ലി ഇതുപോലെ കാണിക്കുക തന്നെ വേണം കേട്ടോ. ഇനി റെസ്റ്റോറൻറ്റ് സ്റ്റോക്ക് നമുക്ക് ഓൾറെഡി അവൈലബിൾ ആണ്. ക്വസ്റ്റ്യനിൽ ഇവിടെ 3,000 അവൈലബിൾ ആണ്. പ്രൈസസ് ഇൻ ഹാൻഡ് 500 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അതേപോലെ തന്നെ എടുത്ത് എഴുതാം. ഓക്കെ, പിന്നെ നമുക്ക് ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് ആണ് 5,880. അതൊക്കെ നമ്മളിവിടെ കൺസിഡർ ചെയ്യണം. പിന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റ് 8,000 നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യാനുള്ളതാണ്. റൈറ്റ്, അതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്തു. പിന്നെ ഉള്ളത് നമുക്ക് സബ്സ്ക്രിപ്ഷൻ നമുക്ക് കിട്ടാനുണ്ടായിരുന്നു. എത്ര, 1,000 രൂപ കിട്ടാനുണ്ടായിരുന്നു അല്ലേ. കിട്ടാനുള്ളതൊക്കെ എന്താണ്, അസറ്റ് ആയതുകൊണ്ട് 1,000 രൂപ നമ്മളിവിടെ കാണിച്ചു. പിന്നെ നമ്മൾ 3 മാസത്തിൻ്റെ അടുത്ത കൊല്ലം നമ്മൾ ഓൾറെഡി കാൽക്കുലേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ ഈ സംഭവം. ഈ പീരീഡിൻ്റെ അതിവിടെയാണ് കാണിക്കേണ്ടത്. അത് ബാലൻസ് ഷീറ്റിലാണ്. അത് നമ്മൾ കിട്ടാനുള്ളതാണ് അല്ലേ. നമുക്ക് നേരത്തെ കൂട്ടി കൊടുത്തു. രണ്ടല്ല, അത് പേയ്മെൻറ്റ് സെക്ഷനാണ് കാണിച്ചത്. നേരത്തെ കൂട്ടി കൊടുത്തത് കൊണ്ട് നമ്മൾ എക്സ്പെൻസുകൾ നേരത്തെ കൂട്ടി കൊടുക്കുകയാണെങ്കിൽ, അഡ്വാൻസ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് അസറ്റും, എന്നാൽ ഇൻകം നമുക്ക് നേരത്തെ കൂട്ടി കിട്ടുകയാണെങ്കിൽ അത് ലൈബിലിറ്റിയുമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പ്രിപ്പയർഡ് റെൻറ്റ് 1,250. അതെങ്ങനെയാണ് വന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലായത്. 3 മാസത്തിന് മാത്രം പ്രൊപ്പോർഷനായിട്ട് എടുത്തതാണ് അത്. ഓക്കെ, അപ്പോൾ നമുക്ക് അസറ്റ് സൈഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ 80 റുപ്പീസിൻ്റെ കേസ് പറയാം. ഇവിടെ നോക്കുക, ഇവിടെ ഒരു സാധനം ഉണ്ട്, ഡ്യൂ ടു സെക്രട്ടറി ഫോർ പെറ്റി എക്സ്പെൻസസ് 80 രൂപ. ഇത് എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാനൊരു ഷോർട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് മുന്നേ. ഇത് ജസ്റ്റ് വെറുതെ ഇതിൻ്റെ പോയിൻറ്റ്സ് ഓഫ് ഡൗട്ട്സ് മാത്രം ഡിസ്കസ് ചെയ്ത് പോകുന്ന സമയത്ത് ഞാൻ ഉണ്ടാക്കിയൊരു ഷോർട്ടായിരുന്നു. ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ്. അതേ സെയിം സംഭവം തന്നെയാണ് പറയാൻ പോണത്. ഇനി നിങ്ങളെന്നെ ആ ഷോർട്സിലേക്ക് തപ്പി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അല്ലാതെ ഇവിടെ നിന്ന് കിട്ടിയാൽ പിന്നെ നമുക്ക് ഇൻറ്റയർ ക്വസ്റ്റ്യൻ കഴിഞ്ഞല്ലോ. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ക്ലബ്ബുകാർ നടത്തുന്ന ഒരു കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അവർക്ക് ഒരു പാനയുടെ ഒരു ആവശ്യം വന്നു വിചാരിക്കുക. പാനി അല്ലെങ്കിൽ 80 രൂപയുടെ എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ ആവശ്യം വന്നു. അപ്പോൾ തൽക്കാലം അവരുടെ ആരുടെ കയ്യിലും കാശില്ല. അപ്പോൾ ഈ ക്ലബിൻ്റെ സെക്രട്ടറി എന്ത് ചെയ്തു, അയാളുടെ കയ്യിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് 80 രൂപ എടുത്തിട്ട് ഇവരുടെ കയ്യിൽ കൊടുത്തു. നിങ്ങൾക്ക് ആ 80 രൂപ എന്തെങ്കിലും ഒരു സാധനം, ഓക്കെ, എന്തെങ്കിലും ഒരു പെട്ടിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ആവശ്യമുണ്ടെന്ന് വിചാരിക്കുക. ജസ്റ്റ് ഞാനൊരു മെറ്റീരിയൽ എന്ന് പറയുന്നുള്ളൂ. അപ്പോൾ 80 രൂപയുടെ ഒരു മെറ്റീരിയൽ ആവശ്യമുണ്ട് ഒരു കോമ്പറ്റീഷന് വേണ്ടിയിട്ടാണ് അവർക്ക്. അപ്പോൾ പെട്ടെന്ന് എടുക്കാൻ പറഞ്ഞപ്പോൾ അവരുടെ ആരുടെ കയ്യിലും ഇല്ല. അതുകൊണ്ട് സെക്രട്ടറി ആളുടെ കയ്യിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് 80 രൂപ എടുത്തു കൊടുത്തു, അവരുടെ കയ്യിൽ കൊടുത്തു. അപ്പോൾ ഇത് സെക്രട്ടറി നമ്മുടെ ക്ലബിന് തരുവാണ്.
അങ്ങനെയാണ് നമ്മൾ സെക്രട്ടറി ക്ലബിൻ്റെ ആൾ തന്നെയാണ്. സെക്രട്ടറിയുടെ പോക്കറ്റിൽ നിന്ന് 80 രൂപ എടുത്തിട്ട് ക്ലബിന് തരുവാണ്. അതുകൊണ്ടാണ് റെസിപ്റ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിൻ്റെ കാൽക്കുലേഷൻ ഇതിങ്ങനെയാണ് നമ്മൾ ഇനി ആൻസറിൽ കൺസിഡർ ചെയ്യേണ്ടത്. ഈ 80 രൂപ ആൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇവർ സെക്രട്ടറി അവർക്ക് എടുത്തു കൊടുത്തു. 80 രൂപ അവർ പോയിട്ട് ഇപ്പോൾ ക്ലബ്ബുകാർ പോയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, വാങ്ങിച്ചിട്ടുണ്ടായിരിക്കാം. സെക്രട്ടറിക്ക് വേറെ വല്ല പണിയുണ്ടാവും. ഓക്കെ, അപ്പോൾ പോക്കറ്റിൽ നിന്ന് എടുത്ത് 80 രൂപ എടുത്ത് അവർക്ക് കൊടുക്കുന്നു. എന്നിട്ട് അവർ എന്ത് ചെയ്യാണ്, കടയിൽ നിന്ന് പോയിട്ട് 80 രൂപയുടെ ആ മെറ്റീരിയൽ വാങ്ങിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താണ്, ഈ 80 രൂപ പിന്നീട് ഈ ക്ലബ്ബ് ആർക്ക് കൊടുക്കണം, സെക്രട്ടറിക്ക് തിരികെ കൊടുക്കണം. ഇതിപ്പോൾ സെക്രട്ടറി ആദ്യം എടുത്ത് ക്ലബിന് കൊടുത്തുകൊണ്ടാണ് ഇവിടെ റെസിപ്റ്റ് സൈഡിൽ കൊണ്ടുവന്ന് 80 രൂപ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഈ 80 രൂപ ആർക്ക് കൊടുക്കാനുള്ളത്, സെക്രട്ടറിക്ക് ക്ലബ്ബുകാർ കൊടുക്കാനുള്ളതൊക്കെ എന്താണ്, ലൈബിലിറ്റിയാണ്. സോ നമ്മൾ ഇവിടെ കാണിക്കണം ഔട്ട്സ്റ്റാൻഡിങ് പെറ്റി എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് 80 കാണിക്കുക ബാലൻസ് ഷീറ്റിൽ. ഓക്കെ, ഇത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ വരില്ല. കാരണം ഈ 80 രൂപ കൊടുത്തിട്ട് ചിലപ്പോൾ അവർ, ഞാനിപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ് മെറ്റീരിയൽ എന്നൊക്കെ, ഈ കാണുന്ന ഏതെങ്കിലും ഒരു പേയ്മെൻറ്റ് അവർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതിനുള്ള ഓൾറെഡി ഇൻക്ലൂഡ് ആയിരിക്കും ആ വാല്യൂ എന്ന് നമുക്ക് വിചാരിക്കാം. അതുകൊണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിലൊന്നും കാണിക്കേണ്ട കാര്യം വരുന്നില്ല, അത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനിയൊന്നുമില്ല ആണ് ഞാൻ വിശ്വസിക്കുന്നത്. റൈറ്റ്, 2 സൈഡും ടോട്ടൽ ചെയ്യുമ്പോൾ വി ഹാവ് ടു ഗെറ്റ് 62,830 തന്നെ നമുക്ക് കിട്ടണം. ഓക്കെ, പിന്നെ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നില്ല, ഞാൻ ചെയ്ത് നോക്കി, ഞാൻ ഉറപ്പ് വരുത്തി. അതായത് നമ്മളിപ്പോൾ ജൂലൈ എന്നുള്ളത് ഞാൻ ഇവിടെ പറഞ്ഞായിരുന്നില്ല ക്വസ്റ്റ്യനിൽ, ജൂലൈ എന്നുള്ളത് ജൂൺ ആക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി സ്റ്റഡി മാറ്റിൽ പറഞ്ഞ പോലെ ജനുവരി സെക്ഷനിൽ എടുക്കാം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള ജൂലൈ 30 വരുന്നതെങ്കിൽ ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങളോട് എങ്ങനെയാണ് വരിക, നമ്മൾ ഫെബ്രുവരി തൊട്ടിട്ട് ജൂലൈ 30, കറക്റ്റ് ജൂലൈ 30 തന്നെയാണ് എടുക്കുന്നതെങ്കിൽ 18 മാസം, ഫെബ്രുവരി 2012 ടിൽ ജൂലൈ 30, 2030. ഇപ്പം ഇങ്ങനെ വരുവാണെങ്കിൽ നമ്മുടെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഫെബ്രുവരി മാർച്ച് 2 മാസം മാത്രമേ ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ 2011-12 വരുള്ളൂ. ദെൻ ഏപ്രിൽ ടു മാർച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അതിൽ ഏപ്രിൽ 2012 മാർച്ച് 2013 പറയുന്നത് ബിലോങ്സ് ടു ഫിനാൻഷ്യൽ ഇയർ 2012-13. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൽ വ്യത്യാസമൊന്നുമില്ല. അതിനുശേഷം ഏപ്രിൽ ടിൽ ജൂലൈ, ഇവിടെ 4 മാസം ഉണ്ടെന്നുള്ളതാണ് ഇവിടുത്തെ കാര്യം. ഇതെന്ന് പറയുന്നത് ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ 2030-40. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വേണ്ടി വരും നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഫോർ ദ 2 മാസത്തിൻ്റെ വാല്യൂ മാത്രമായിട്ട് വരുന്നത് 7500 ഡിവൈഡ് ബൈ 18 × 2 ചെയ്യുമ്പോൾ 833 അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമുക്കിപ്പോൾ നിങ്ങൾക്ക് ഇതേ ലെവൽ തന്നെ ചെയ്യണമെങ്കിൽ, ഈ പറഞ്ഞ പോലെ തന്നെ ചെയ്യണമെങ്കിൽ, സ്റ്റഡി മാറ്റ് പറഞ്ഞ പോലെ രീതിയിലല്ല, കറക്റ്റ് ജൂലൈ 30 ആണ് നമുക്ക് എടുക്കേണ്ടതെങ്കിൽ ഫെബ്രുവരി തൊട്ട് എടുക്കണ്ടേ. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ കാൽക്കുലേഷനാണ് വരിക. ഓക്കെ, അപ്പോൾ ഈ കാൽക്കുലേഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ നമ്മൾ 1250 പകരം 833 വേണം കൺസിഡർ ചെയ്യാൻ. അങ്ങനെ 833 കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റൽ ഫണ്ടിൻ്റെ വാല്യൂ ബാലൻസിങ് ഫിഗറായിട്ട് 50,807 കിട്ടുക. ഈ 50,807 വേണം പിന്നെ നമ്മുടെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലും എടുക്കാനായിട്ട്. ഓക്കെ, ഇനി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ 5000 വരിക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് 3 കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 7500 തന്നെയാണ് വരിക അല്ലേ. അപ്പോൾ നമ്മൾ 7500 833 പറഞ്ഞു കഴിഞ്ഞാൽ 2 മാസത്തിൻ്റെയാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 മാസത്തിൻ്റെ. ഈ 7500 ഡിവൈഡഡ് ബൈ 18 × 4 മാസം ചെയ്യുമ്പോഴാണ് 1677 കിട്ടുന്നത്. അപ്പോൾ 2 കുറച്ചെങ്കിൽ 5000 തന്നെയാണ് വരുന്നത്. അതൊക്കെ സെയിം തന്നെയാണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ സെയിം തന്നെയാണ്, 5000 തന്നെയാണ് പ്രീവിയസ് ടൈമിൽ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലേക്ക് കിടക്കുമ്പോൾ നമ്മുടെ പ്രീപെയ്ഡ് റെൻറ്റ് എന്ന് പറഞ്ഞിട്ട് 1250 ഇവിടെ കാണിച്ചിട്ടുള്ളത്, അതിന് പകരം 1667 ആക്കാം. 1667 ആക്കാം. അപ്പോൾ അത് മാറ്റി കഴിഞ്ഞിട്ട് ഒരു കാര്യം കൂടി മറക്കരുത്, നമ്മുടെ ക്യാപിറ്റൽ ഫണ്ട് 50,807 ആക്കണം. ഓക്കെ, അതും കൂടി 2 കൂടിയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ എന്ന് പറയുന്നത്, ടോട്ടൽ ബാലൻസ് ഷീറ്റ് ക്ലോസിങ്ങിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 63,247 അസറ്റിലും ലൈബിലിറ്റിയിലും കിട്ടും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴും നമ്മുടെ ടോട്ടൽ കറക്റ്റ് ആവുന്നുണ്ട്. ടോട്ടൽ കറക്റ്റ് ആയാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ട് അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, ഫൈൻ. കാരണം നമ്മുടെ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ നമുക്ക് പറയില്ലല്ലോ, നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് ചേഞ്ചസ് ഒന്നും വരുത്താൻ പറ്റില്ല അല്ലേ. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റില്ല. നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് തന്നിട്ടുള്ളത് ആ ലെവൽ വെച്ച് നമ്മൾ ചെയ്യേണ്ടി വരും അല്ലേ. അപ്പോൾ ആ ലെവൽ വെച്ച് ചെയ്യണമെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ലാസ്റ്റ് പറഞ്ഞ പോലെ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഇപ്പോൾ ഈ തൽക്കാലം നമ്മുടെ സ്റ്റഡി മാറ്റിൽ ഏത് ലെവലാണ് ചെയ്തിരിക്കുന്നത് അതിനോട് കൂടെ നമുക്ക് കണക്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ജൂലൈ മാറ്റി ജൂൺ ആക്കാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് റോക്ക് യുവർ സ്റ്റഡീസ്.